ഹലോ എവരിവൺ, വെൽക്കം ടു യുവർ ന്യൂ വീഡിയോ. അപ്പോൾ ഞാനിന്ന് വന്നിട്ടുള്ളത് ഈ ജൂലൈ മാസം 22-ാം തീയതി നടക്കുന്ന അസിസ്റ്റൻറ്റ് എഞ്ചിനീയർ ഇൻ ഹാർബർ എഞ്ചിനീയറിംഗ് ഡിപ്പാർട്ട്മെൻറ്റ് അതിൻ്റെ പരീക്ഷ നടക്കാൻ വേണ്ടി പോവാണ്. സോ ആ ഒരു പരീക്ഷയ്ക്ക് വേണ്ടിയിട്ട് നിങ്ങളെല്ലാവരും പ്രിപ്പയർ ചെയ്തിട്ടുണ്ടാവും. ഇപ്പോൾ റിവിഷൻ ചെയ്യുകയായിരിക്കും. സോ റിവിഷൻ ചെയ്യുന്നവരൊക്കെ എന്ത് ചെയ്യുക, ഈ ഒരു വീഡിയോ ഒന്ന് കണ്ടു നോക്കുക. ഇതിൽ പറയുന്ന ചോദ്യങ്ങൾ കൂടി നിങ്ങൾക്ക് ചെയ്യാൻ വേണ്ടി സാധിക്കുന്നുണ്ടോ എന്ന് ചെക്ക് ചെയ്യുക കേട്ടോ. കാരണം ഇനി ഞാൻ പറയാൻ വേണ്ടി പോകുന്ന ചോദ്യങ്ങൾ എന്തായാലും വരാനുള്ള സാധ്യത വളരെയധികം കൂടുതലാണ്. ഓക്കെ, അപ്പോൾ മിക്കവാറും എല്ലാവരും അവരുടെ മുഴുവൻ പഠനം തീർത്തതായിരിക്കും. ചിലപ്പോൾ ഞാൻ പറയുന്ന ചോദ്യങ്ങളൊക്കെ നിങ്ങൾക്ക് കാണുമ്പോൾ വളരെ എളുപ്പമായിട്ട് തോന്നിയേക്കാം. എന്നിരുന്നാലും ഒന്ന് ചെയ്ത് നോക്കുക, അതിൻ്റെ ആൻസർ കിട്ടുമോ നോക്കുക. സപ്പോസ് നിങ്ങൾക്ക് ഈ ഒരു ചോദ്യങ്ങൾ പുതിയതായിട്ട് തോന്നുകയാണെങ്കിൽ ആ ഒരു ഏരിയ പോയിട്ട് ഒരു പ്രാവശ്യം കൂടി ഒന്ന് നോക്കുക. കാരണം ഇത് വളരെ ഇമ്പോർട്ടൻ്റ് ആയിട്ടുള്ള ചോദ്യങ്ങളാണ്. ഓക്കെ ആണല്ലോ? യെസ്. സോ സ്റ്റാർട്ട് ചെയ്യാണ്. അപ്പോൾ തുടങ്ങുന്നതിന് മുമ്പ് എല്ലാവരും വീഡിയോ ഒന്ന് ലൈക്ക് ചെയ്തുകൊണ്ട് സ്റ്റാർട്ട് ചെയ്യുക കേട്ടോ. സോ വീഡിയോ ഒന്ന് ലൈക്ക് ചെയ്യുക. ആദ്യമായിട്ട് ഈ ഒരു ചാനൽ കാണുന്നവരാണെങ്കിൽ ഒന്ന് സബ്സ്ക്രൈബ് ചെയ്യുക. ദെൻ ഈ ഒരു പരീക്ഷ എഴുതുന്ന നിങ്ങളുടെ സുഹൃത്തുക്കളുടെ ഗ്രൂപ്പുകളുണ്ടെങ്കിൽ അതിലേക്കൊന്ന് ഷെയർ ചെയ്ത് കൊടുക്കുക. അവർക്കും ഇത് ഉപകാരപ്പെടട്ടെ. തുടങ്ങുകയാണേ. യെസ്. അപ്പോൾ ഫസ്റ്റ് ചോദ്യം, ഇത് കഴിഞ്ഞ ഹാർബർ എഞ്ചിനീയറിംഗ് ഡിപ്പാർട്ട്മെൻറ്റിലെ അസിസ്റ്റൻറ്റ് എഞ്ചിനീയർ, ഏറ്റവും ലേറ്റസ്റ്റ് ആയിട്ട് നടന്ന അസിസ്റ്റൻറ്റ് എഞ്ചിനീയർ അറ്റ് ഹാർബർ എഞ്ചിനീയറിംഗ് ഡിപ്പാർട്ട്മെൻറ്റിലെ ചോദ്യ പേപ്പറിലെ ഒരു ചോദ്യമാണ്. ഫസ്റ്റ് ചോദ്യമായിരുന്നു കേട്ടോ ഇത്. അപ്പോൾ ഒന്ന് ചെയ്ത് നോക്കിയാലോ. മിക്കവാറും ആൾക്കാർ ഈ ഒരു ക്വസ്റ്റ്യൻ പേപ്പർ കണ്ടിട്ടുണ്ടാവില്ല. കാരണം ഇത് കിട്ടാൻ കുറച്ചൊരു ബുദ്ധിമുട്ടുണ്ടായിരുന്നു അല്ലേ. 2016 ഒരു ക്വസ്റ്റ്യൻ പേപ്പറാണിത്. നോക്കാം. 3 റെസിസ്റ്റൻസസ് ഈച്ച് ഹാവിങ് എ വാല്യൂ ഓഫ് AO are connected to form a Y structure അല്ലെങ്കിൽ സ്റ്റാർ സ്ട്രക്ചർ. If a 3-phase balanced supply with a line voltage of A volt is supplied, then the power drawn per phase from the supply is. നല്ലൊരു ചോദ്യമാണ് കേട്ടോ. സാധാരണ രീതിയിൽ ഒരു അസിസ്റ്റൻറ്റ് എഞ്ചിനീയർ പരീക്ഷയ്ക്ക് ഡയറക്റ്റ് ചോദ്യങ്ങൾ ഉണ്ടാവുകയൊക്കെ ചെയ്യും. പക്ഷേ നമുക്ക് പറയാൻ വേണ്ടി പറ്റില്ല. ഒരു 40 to 60% കുറച്ച് കൺസെപ്റ്റ് ബേസ്ഡ് ആയിട്ടുള്ള ചോദ്യങ്ങൾ തന്നെയായിരിക്കും. അപ്പോൾ ചോദ്യം വായിച്ചിട്ട് അത് മനസ്സിലാക്കുന്നവർക്ക് മാത്രമേ ആ ഒരു ചോദ്യം ചെയ്യാൻ വേണ്ടി സാധിക്കുകയുള്ളൂ. അപ്പോൾ നോക്കിയാലോ, ഇത് വളരെ സിമ്പിളാണ്. ഒരു സ്റ്റാർ സ്ട്രക്ചറിലുള്ള റെസിസ്റ്റൻസുള്ള ഒരു ഫിഗർ ഉണ്ട് അല്ലേ. ഇതാണ് സാധനം. അവിടെ R എന്ന് കൊടുക്കുന്നതിന് പകരം എല്ലാ റെസിസ്റ്റൻസിൻ്റെ വാല്യൂവും A ohm ആണ്. കണ്ടോ, ഓരോ ഫേസ് റെസിസ്റ്ററിലും A ohm ആണ് വാല്യൂ ഉള്ളത്. ഇനി 3-phase ബാലൻസ്ഡ് സപ്ലൈ വിത്ത് എ ലൈൻ വോൾട്ടേജ് ഓഫ് A volt. ഞാൻ എന്ത് ചെയ്തു, ഇതിൻ്റെ ലൈൻ വോൾട്ടേജ് A volt അപ്ലൈ ചെയ്തു. കണ്ടോ, ഇതാണ് എൻ്റെ ലൈൻ വോൾട്ടേജ്. ഞാനിവിടെ VL = A എന്ന് എടുത്തു. അങ്ങനെയാണെങ്കിൽ പവർ ഡ്രോൺ പെർ ഫേസ് ഫ്രം ദി സപ്ലൈസ്. കുറേ പേരൊക്കെ എന്ത് ചെയ്യും, ഇങ്ങനെ ഒരു ക്വസ്റ്റ്യൻ കണ്ടു കഴിഞ്ഞാൽ അടുത്ത ചോദ്യത്തിലേക്ക് പോകും. പക്ഷേ വളരെ സിമ്പിൾ സാധനമാണ്. പവർ ഡ്രോൺ പെർ ഫേസ് അല്ലേ, പവർ പെർ ഫേസ് പവറാണ് ചോദിച്ചത്. എന്തായിരിക്കും അത്? V²/R ആണ്. ഈ ഒരു ഇക്വേഷൻ മാത്രമേ നിങ്ങൾ യൂസ് ചെയ്യുള്ളൂ. ഇനി എടുക്കുന്ന വോൾട്ടേജ് ഫേസ് വോൾട്ടേജ് ആയിരിക്കണം. ലൈൻ വോൾട്ടേജ് ആണ് A. ദെൻ സ്റ്റാർ കണക്ഷനിൽ ഫേസ് വോൾട്ടേജ് എന്താ നമുക്കറിയാം, ലൈൻ വോൾട്ടേജ് √3 V ഫേസ് അല്ലേ. സോ V ഫേസ് എന്ന് പറയുന്നത് ലൈൻ വോൾട്ടേജ് √3, അതായത് A/√3. റെസിസ്റ്റൻസിൻ്റെ വാല്യൂ എത്രയാ? ഫേസ് വാല്യൂ ഓഫ് റെസിസ്റ്റൻസ് A ആണ്. ഇതാ സബ്സ്റ്റിറ്റ്യൂട്ട് ചെയ്ത് കൊടുക്കുക. കണ്ടോ, സോ A/√3 ഉണ്ട്. അതിൻ്റെ സ്ക്വയർ ഡിവൈഡഡ് ബൈ റെസിസ്റ്റൻസ് എത്രയാ? സ്മോൾ a അല്ലേ. യെസ്. സോ ചെയ്ത് കഴിഞ്ഞാൽ A²/√3 സ്ക്വയർ 3 ആണ്. ദെൻ ഇതാ A²/3A. കണ്ടോ, വളരെ എളുപ്പത്തിൽ ആൻസർ കിട്ടിയല്ലേ. ഓപ്ഷൻ A ആണ് കറക്റ്റ് ആൻസർ. ഇത്രയേ ഉള്ളൂ കേട്ടോ. ചോദ്യം കാണുമ്പോൾ ഭയങ്കര ടഫ് തോന്നില്ലേ? പക്ഷേ ഇപ്പോൾ ടഫ് ഉണ്ടോ? ഇല്ല. അപ്പോൾ ഏത് ചോദ്യമായാലും അത് വായിക്കാനുള്ള ഒരു ടൈം കൊടുക്കുക. ഒരു പ്രാവശ്യമെങ്കിലും എല്ലാ ചോദ്യങ്ങളും വായിക്കാൻ നിങ്ങൾ ശ്രമിച്ചിരിക്കണം. നെക്സ്റ്റ് വൺ, ഇതും അത്തരത്തിലൊരു ചോദ്യമാണ്. എ 230 volt 50 Hz സിംഗിൾ ഫേസ് സപ്ലൈ ഈസ് കണക്റ്റഡ് ടു ദി സീരീസ് കോമ്പിനേഷൻ ഓഫ് എ പ്യുവർ റെസിസ്റ്റൻസ് ഓഫ് 50 ohm, എ പ്യുവർ വേരിയബിൾ കപ്പാസിറ്റർ ഓഫ് 25 microfarad, പ്യുവർ വേരിയബിൾ ഇൻഡക്ടർ ഓഫ് 1.5 millihenry. By properly adjusting the component values, it is made that the current through the circuit is maximum. What is the power factor of the circuit? ഓക്കെ, നന്നായിട്ട് പ്രിപ്പയർ ചെയ്ത ആൾക്കാരാണെങ്കിൽ ഒരു പോയിന്റ് കണ്ടാൽ അവർക്ക് അതിൻ്റെ ആൻസർ കിട്ടും. കണ്ടോ, കറണ്ട് ത്രൂ ദി സർക്യൂട്ട് ഈസ് മാക്സിമം. കറണ്ട് മാക്സിമം ആവണമെങ്കിൽ എന്തായിരിക്കണം? അവിടുത്തെ ഇമ്പിഡൻസ് വാല്യൂ മിനിമം ആയിരിക്കണം. ഇമ്പിഡൻസ് വാല്യൂ എപ്പോഴാണ് മിനിമം ആവുക? അത് റെസൊണൻസ് കണ്ടീഷനിലാണ്. റെസൊണൻസ് കണ്ടീഷനിൽ എന്താ പ്രത്യേകത? യെസ്, അവിടെ R = Z അല്ലേ. ഇമ്പിഡൻസ് വാല്യൂ
റെസിസ്റ്റൻസിന് ഈക്വലൻ്റ് ആവുന്ന കേസാണ് ഈ നമ്മുടെ റെസൊണൻസ് കണ്ടീഷൻ എന്ന് പറയുന്നത്. ഓക്കെ, XL ഈസ് ഈക്വൽ ടു XC വരും. അപ്പോൾ അവിടുത്തെ പവർ ഫാക്ടർ എന്താ വരിക? R/Z എന്നൊക്കെ നമ്മൾ അസ്യൂം ചെയ്യും അല്ലേ. ഇവിടെ Z R തന്നെയാണ്, പവർ ഫാക്ടർ യൂണിറ്റി ആണ് അല്ലേ. യെസ്. സോ ഇത് നമ്മുടെ റെസൊണൻസ് കണ്ടീഷനാണെന്ന് തിരിച്ചറിഞ്ഞു കഴിഞ്ഞാൽ നമ്മുടെ പകുതി പരിപാടി അവിടെ തീർന്നു കഴിഞ്ഞു. ചോദിച്ചെന്താ? പവർ ഫാക്ടർ അല്ലേ. പവർ ഫാക്ടർ യൂണിറ്റി, പവർ ഫാക്ടർ യൂണിറ്റി ആണെന്ന് കിട്ടിക്കഴിഞ്ഞാൽ അതവിടെ തീർന്നു കേട്ടോ. അത്രയേ ഉള്ളൂ കാര്യം. ചോദ്യം കണ്ടു കഴിഞ്ഞാൽ ഭയങ്കര ബുദ്ധിമുട്ടുള്ളതായിട്ട് തോന്നും. പക്ഷേ നിങ്ങളിത് ചെയ്യേണ്ട ആവശ്യമുണ്ടോ? ചെയ്യേണ്ട ആവശ്യമില്ല. വേറൊരു ടിപ്പ് കൂടി ഉണ്ട് കണ്ടോ. ഇങ്ങനെ കപ്പാസിറ്റർ വാല്യൂസും ഇൻഡക്റ്റൻസ് വാല്യൂസൊക്കെ തരികയാണെങ്കിൽ മിക്കവാറും സാധനങ്ങൾ ചെയ്യാത്തത് തന്നെയായിരിക്കും. കാരണം അവിടെ നമ്മൾ X ഈസ് ഈക്വൽ ടു 1/2πfc, XL ഈക്വൽ ടു 2πfl അതൊന്നും യൂസ് ചെയ്യേണ്ട എന്നുള്ളത് നിങ്ങൾക്ക് ആദ്യമേ മനസ്സിലാവണം. ഓക്കെ, യെസ്. നെക്സ്റ്റ് പോവാം. ഇൻ 3-phase പവർ മെഷർമെൻറ്റ് യൂസിങ് 2 watt meter മെത്തേഡ് ബോത്ത് ദി വാട്ട് മീറ്റേഴ്സ് ആർ റീഡിങ് പോസിറ്റീവ് ആൻഡ് ഈക്വൽ. ദിസ് ഈസ് ബിക്കോസ്. മനസ്സിലാക്കുക, ഈ ഒരു ക്വസ്റ്റ്യൻ നിങ്ങൾ നിർബന്ധമായിട്ട് പഠിക്കണം കേട്ടോ. ഇതിൻ്റെ കംപ്ലീറ്റ് ആയിട്ടുള്ള പാർട്ട് ഞാൻ ട്രേഡ്സ്മാൻ്റെ വീഡിയോയിലും അതേപോലെ ജൂനിയർ ഇൻസ്ട്രക്ടറിൻ്റെ വീഡിയോയിലൊക്കെ ഞാൻ ചെയ്തിട്ടുണ്ട്. അതിലൊരു ടേബിളൊക്കെ ഞാൻ വരച്ചിട്ടുണ്ട്. ആ ടേബിൾ പഠിച്ചു കഴിഞ്ഞാൽ ഈ തരത്തിലുള്ള ഏത് ചോദ്യത്തിനും ആൻസർ ചെയ്യാം. കാരണം ലേറ്റസ്റ്റ് ആയിട്ട് വന്നിട്ടുള്ള KSCBയുടെ AEക്ക്, ദെൻ അസിസ്റ്റൻറ്റ് ഇലക്ട്രിക്കൽ ഇൻസ്പെക്ടറിന് PWD AE, ദെൻ എല്ലാ AE ലെവൽ പരീക്ഷയ്ക്കും സബ് എഞ്ചിനീയർ പരീക്ഷയ്ക്കും ഇത്തരത്തിലൊരു ചോദ്യം ഉണ്ടാവാറുണ്ട് കേട്ടോ. അപ്പോൾ ഇത് പഠിച്ചു കഴിഞ്ഞാൽ ഒരു മാർക്ക് നിങ്ങൾക്ക് എളുപ്പമാണ്. എന്താ ചോദിച്ചേ? 3-phase പവർ മെഷർമെൻറ്റ് യൂസിങ് 2 watt meter മെത്തേഡാണ്. 2 watt meters എന്ത് ചെയ്തു? പോസിറ്റീവാണ്. പോസിറ്റീവ് ആണെന്ന് മാത്രമല്ല ഈക്വലുമാണ് അല്ലേ, ഈക്വലുമാണ്. സോ അതേത് കേസാണ്? യെസ്, അത് നമ്മുടെ UPF കേസാണ്. UPF കേസിൽ 2 watt meters എന്ത് ചെയ്യും? ഹാഫ് ദി ടോട്ടൽ പവർ റീഡ് ചെയ്യും. സോ ടോട്ടൽ പവർ കണ്ടുപിടിക്കാൻ രണ്ടും കൂടി ആഡ് ചെയ്താൽ മതി അല്ലേ. സോ ലോഡ് ഈസ് പ്യുവർലി റെസിസ്റ്റീവ് ലോഡല്ലേ നമുക്ക് UPF കിട്ടുക, യൂണിറ്റി പവർ ഫാക്ടർ കിട്ടുക. യെസ്, ആ ഒരു കൺസെപ്റ്റാണ് ഇവിടെ യൂസ് ചെയ്തിട്ടുള്ളത്. ഇനി പവർ ഫാക്ടർ 0.5 ആണെങ്കിൽ എന്ത് സംഭവിക്കുക? 1 of the watt meter reads 0 കേട്ടോ. ഇപ്പം W1ഉം W2ഉം 2 watt meters ഉണ്ടാവില്ലേ, അതിൽ ചിലപ്പോൾ നമ്മളിപ്പോൾ ലീഡിങ് കേസാണ് എടുക്കുമെങ്കിൽ W1 എന്ത് ചെയ്യും? ഒരു റീഡിങ് കാണിക്കും. സപ്പോസ് ഒരു 500 watt കാണിച്ചു. W2 എന്തായിരിക്കും? 0 ആയിരിക്കും കാണിക്കുക കേട്ടോ. ആ രീതിയിലായിരിക്കും ഉണ്ടാവുക. അതുകൊണ്ട് കൃത്യമായിട്ട് അതൊക്കെ ഒന്ന് പഠിച്ചു വെക്കണേ. യെസ്. ദെൻ വേറെ ചോദ്യം. എ DC സോഴ്സ് ഓഫ് EMF E വോൾട്ട് ആൻഡ് ഇൻറ്റേർണൽ റെസിസ്റ്റൻസ് R ohm ഈസ് കണക്റ്റഡ് ടു എ വേരിയബിൾ ലോഡ് ആൻഡ് ഈസ് അഡ്ജസ്റ്റഡ് സച്ച് ദാറ്റ് ലോഡ് അബ്സ്ട്രാക്ട് മാക്സിമം പവർ ഫ്രം ദി സോഴ്സ്. അതായത് മാക്സിമം പവർ ട്രാൻസ്ഫർ തിയർ ആണ് കേട്ടോ. ദി കറണ്ട് ഡ്രോൺ ഫ്രം ദി സോഴ്സസ്. ഒന്നുമില്ല, ഒരു EMF, ഒരു വോൾട്ടേജ് സോഴ്സ് ഉണ്ട്, ഒരു റെസിസ്റ്റൻസ് R ഉണ്ട്. നമ്മൾ എന്ത് ചെയ്തു? ഒരു ലോഡ്, വേരിയബിൾ ലോഡ് കണക്ട് ചെയ്യുകയാണ്. വേരിയബിൾ ലോഡ് നമ്മളിവിടെ കണക്ട് ചെയ്യുകയാണ്. അപ്പോൾ വേരിയബിൾ ലോഡ് ഇവിടെ ഇങ്ങനെ ഉണ്ടാകുന്ന സമയത്ത് മാക്സിമം പവർ ട്രാൻസ്ഫറിൻ്റെ കേസിൽ എന്തായിരിക്കും കറണ്ട് എന്ന് ചോദിച്ചാൽ നമ്മൾ പറഞ്ഞിട്ടുണ്ട് ഈ കണക്ട് ചെയ്യുന്ന റെസിസ്റ്റൻസിൻ്റെ വാല്യൂ എന്തായിരിക്കണം? ഇൻറ്റേർണൽ റെസിസ്റ്റൻസിന് ഈക്വൽ ആയിരിക്കണം അല്ലേ. സോ നിങ്ങൾ നോക്കി, ഇവിടെ ഒരു സീരീസ് കണക്ഷൻ അല്ലേ ഉള്ളത്, സീരീസ് കണക്ഷൻ. അപ്പോൾ അവിടുത്തെ കറണ്ട് എന്തായിരിക്കും? വോൾട്ടേജ് ബൈ റെസിസ്റ്റൻസ് അല്ലേ. സോ ടോട്ടൽ റെസിസ്റ്റൻസ് ഇവിടെ എന്താ? R+R 2R. സോ V/2R. വോൾട്ടേജ് ആണ് തന്നിട്ടുണ്ട്. അപ്പം E/2R എന്നുള്ളതാണ് ആൻസർ ആയിട്ട് വരിക. E/2R ആണ് കറക്റ്റ് ആൻസർ. വളരെ സിമ്പിളാണ്. ചോദ്യം വായിക്കാനുള്ള ഒരു ക്ഷമ മാത്രം നിങ്ങൾ കാണിച്ചാൽ മതി. ദെൻ A ആൻഡ് B ആർ ബൂളിയൻ വേരിയബിൾ. ബൂളിയൻ എക്സ്പ്രഷൻ A+AB എന്താ? ഇതിങ്ങനെ റിപ്പീറ്റ് ആയിട്ട് ചോദിക്കുന്ന ചോദ്യമാണ്. A+AB എന്ന് പറയുന്നത് എന്താ? അത് A ആണ്, നമ്മൾ പഠിച്ചിട്ടുണ്ട്. ഇനി അത് അറിയില്ലെങ്കിലോ A+AB, എനെ പുറത്തെടുത്തോ, A × 1+B. 1ൻ്റെ കൂടെ എന്ത് കൂട്ടിയാലും അത് 1 തന്നെയാണ് കേട്ടോ. അപ്പോൾ A × 1 ദാറ്റ് ഈസ് ഈക്വൽ ടു A. അപ്പോൾ ഇത്തരത്തിൽ എല്ലാ ബൂളിയൻ എക്സ്പ്രഷൻസും സോൾവ് ചെയ്യാൻ വേണ്ടി അറിഞ്ഞിരിക്കുക കേട്ടോ. ബൂളിയൻ ലോസ് ഒക്കെ അറിഞ്ഞിരിക്കുക. അപ്പോൾ നിങ്ങൾക്ക് വളരെ ഈസി ആയിട്ട് ആൻസർ ചെയ്യാൻ വേണ്ടി പറ്റും കേട്ടോ. ദെൻ ഇതൊക്കെ അറിഞ്ഞിരിക്കുക. A.B അല്ലേ, A*B ഒക്കെ അറിഞ്ഞിരിക്കുക. A+B ഹോൾ ബാർ അല്ലേ, ദെൻ AB ഹോൾ ബാർ, ആ കാര്യങ്ങളൊക്കെ അറിഞ്ഞിരിക്കുക. വളരെ എളുപ്പത്തിൽ ആൻസർ ചെയ്യാൻ വേണ്ടിയിട്ട് പറ്റണം. നെക്സ്റ്റ് വൺ. എ 3-phase ഇൻഡക്ഷൻ മോട്ടോർ റൺസ് അറ്റ് 2% സ്ലിപ്പ്. S എത്രയാ? S 2% പറയുമ്പോൾ 0.02 ആണ്. റോട്ടർ ഫ്രീക്വൻസി തന്നു 1 Hz ആണ് അല്ലേ. സോ ഫ്രീക്വൻസി ഓഫ് റോട്ടർ ഈസ് ഈക്വൽ ടു S × Fs എന്ന് പഠിച്ചില്ലേ, അതാണ് 1 Hz. അപ്പോൾ അതെന്താ? 0.02 × Fs ആണ്. സോ Fs എത്രയായിരിക്കും? Fs അത് 1/0.02. ആൻസർ 50 Hz. വളരെ എളുപ്പത്തിൽ ആൻസർ കിട്ടും.
ഈ രീതിയിലുള്ള ചോദ്യങ്ങളൊക്കെ വളരെ സിമ്പിളാണ് കേട്ടോ. ചിലപ്പോൾ ചോദിച്ചേക്കാം, നിങ്ങളുടെ ഭാഗ്യത്തിന് ചിലപ്പം ചോദിച്ചേക്കാം. നെക്സ്റ്റ് വൺ, ഇൻ ഡി സി ജനറേറ്റർ ദി വൈൻഡിങ് യൂസ്ഡ് ഇൻ മെഷീൻ ഡെലിവറിങ് ലോ വോൾട്ടേജ്. ഈ രീതിയിലെ കൺസെപ്റ്റുകൾ പല പ്രാവശ്യം റിപ്പീറ്റ് ചെയ്യാറുണ്ട് കേട്ടോ. ലോ വോൾട്ടേജും കറണ്ടും ഹൈ കറണ്ടും ആണെങ്കിൽ ഏതാണ് വൈൻഡിങ് അല്ലേ? അതേപോലെ ഹൈ കറണ്ടാണ്, ലോ കറണ്ട് ഹൈ വോൾട്ടേജ്, അവിടെ എന്താണ് വൈൻഡിങ് എന്ന് ചോദിക്കാറുണ്ട്. അപ്പോൾ നമ്മളിപ്പോൾ ലാപ്പും വേവും ഒക്കെ നമ്മൾ പഠിച്ചിട്ടുണ്ടല്ലോ. നിങ്ങൾ നോക്കിയേ, ലാപ്പ് വൈൻഡിങ്ങിൻ്റെ കേസിൽ എന്താ കേസ്? ലാപ്പ് വൈൻഡിങ്ങിൻ്റെ കേസിൽ നമ്പർ ഓഫ് പാരലൽ പാത്ത് അല്ലേ, നമ്പർ ഓഫ് പാരലൽ പാത്ത് ഈസ് ഈക്വൽ ടു നമ്പർ ഓഫ് പോൾസ് ആണ് നമ്മൾ പഠിച്ചിട്ടുണ്ട് അല്ലേ, എ ഈസ് ഈക്വൽ ടു പി എന്ന് പഠിച്ചു. സോ വേവിൻ്റെ കേസിലോ, വേവിൽ നമ്പർ ഓഫ് പാരലൽ പാത്ത് 2 മാത്രമേ ഉണ്ടാവുള്ളൂ അല്ലേ? യെസ്, അത് നമുക്കറിയാം. അപ്പം നമ്പർ ഓഫ് പാരലൽ പാത്ത് കൂടിക്കഴിഞ്ഞാൽ എന്ത് സംഭവിക്കും? ആ കൺസെപ്റ്റിലാണ് പോകേണ്ടത് കേട്ടോ. പാരലൽ പാത്ത് ഇൻക്രീസ് ചെയ്യും തോറും ഈ രീതിയിലായിരിക്കും വൈൻഡിങ്. ഇങ്ങനെ കുറേ പാരലായിട്ട് വൈൻഡിങ്ങുകൾ നമ്മളിങ്ങനെ അടുക്കി വെച്ചിട്ടുണ്ട്. ഇപ്പോൾ ഒരു 8 പോളാണെന്ന് വിചാരിച്ചോ കേട്ടോ. ഒരു 8 പോളാണെങ്കിൽ എത്ര പാരൽ പാത്ത് ഉണ്ടാവുമോ? യെസ്, 8 പാരൽ പാത്ത് ഉണ്ടാവും. അപ്പോൾ സോ പാരൽ പാത്ത് കൂടുന്തോറും കറണ്ട് കൂടുതലായിരിക്കും, വോൾട്ടേജ് കുറവായിരിക്കും. ഓക്കെ, സോ ലാപ്പ് വൈൻഡിങ് ആണ് കറക്റ്റായിട്ടുള്ള ആൻസർ ആയിട്ട് വരിക. നെക്സ്റ്റ് പോവാം. ഇൻ എ ട്രാൻസ്ഫോമർ ഡെലിവറിങ് എ വേരിയബിൾ ലോഡ് 0 വോൾട്ടേജ് റെഗുലേഷൻ ക്യാൻ ഒക്കർ ഇറ്റ്. ഓക്കെ, ഇതൊക്കെ കൺസെപ്റ്റ് ബേസ്ഡ് ആയിട്ടുള്ള ഒരു ഗ്രാഫ് വരച്ച് കഴിഞ്ഞാൽ നിങ്ങൾക്ക് ആൻസർ കിട്ടും അല്ലേ? ഇപ്പോൾ ഡയറക്റ്റായിട്ട് ഇതിൻ്റെ ഓപ്ഷൻ കണ്ടു കഴിഞ്ഞാൽ ഞാൻ എന്ത് ചെയ്യും? ഞാൻ ഓപ്ഷൻ ഡി നേരെ ആൻസർ കറപ്പിക്കും. ഞാനതിന് അതിൻ്റെ എക്സ്പ്ലനേഷൻ പറഞ്ഞുതരാം കേട്ടോ. എക്സ്പ്ലനേഷൻ ഒന്നും ഞാൻ നോക്കുന്നതിന് മുമ്പ് തന്നെ എനിക്ക് എന്ത് ചെയ്യാം? 0.7 ലീഡിങ് പവർ ഫാക്ടർ എന്ന് ഈ ഓപ്ഷനിൽ നിന്ന് കണ്ടുപിടിക്കാം. ഇനി അതെങ്ങനെയാണ് ഞാൻ എളുപ്പത്തിൽ കണ്ടുപിടിച്ചതെന്ന് പറഞ്ഞുതരാം. ഇപ്പോൾ വോൾട്ടേജ് റെഗുലേഷൻ്റെ ഗ്രാഫ് വരയ്ക്കുന്ന സമയത്ത് നമ്മളിങ്ങനെ ഗ്രാഫ് വരയ്ക്കുക അല്ലേ? ഈ രീതിയിലാണ് ഒരു ഗ്രാഫ് വരയ്ക്കുക. ദെൻ ഇതാണ് നമ്മുടെ ലീഡിങ് പാർട്ട്, ഇതാണ് നമ്മുടെ ലാഗിങ് പാർട്ട് അല്ലേ? ഇതാണ് ലാഗിങ് പാർട്ട്. ഇനി വൈ ആക്സിസിലാണ് നമ്മുടെ വോൾട്ടേജ് റെഗുലേഷൻ, പേഴ്സൻറ്റേജ് റെഗുലേഷൻ വരിക. ഇവിടെ 1 ആണ് വരിക. ദെൻ ഇങ്ങോട്ടേക്ക് പോകുന്തോറും 0.9, 0.8, 0.8, 0.7, 0.6 അല്ലേ? ഈ രീതിയിൽ ലീഡിങ് വരും. ഇങ്ങോട്ട് പോകുമ്പോഴോ 0.9, 0.8 ഈ രീതിയിൽ നമ്മുടെ ലാഗിങ് വരും. ദെൻ പേഴ്സൻറ്റേജ് റെഗുലേഷൻ എന്താ? യെസ്, ഈ രീതിയിൽ 100 വരെ. ഇവിടെ നിന്ന് ഇത് 0 ആണ്, ഇത് ഇങ്ങോട്ടേക്ക് ഇങ്ങനെ പോയി ഇങ്ങനെ 100% ആ രീതിയിൽ ഗ്രാഫ് വരും. നിങ്ങൾ നോക്കി, ഇവിടെ 0 വോൾട്ടേജ് റെഗുലേഷൻ വരുന്നത് എവിടെയാണ്? 0 വോൾട്ടേജ് റെഗുലേഷൻ വരുന്നത് എൻ്റെ ഈ ഒരു ഗ്രാഫിൽ ഈ പോയിന്റിലാണ് അല്ലേ? ഈ പോയിന്റിലാണ്. സോ 0 വോൾട്ടേജ് റെഗുലേഷൻ വരുന്നത് ലീഡിങ്ങിലാണെന്ന് മനസ്സിലാക്കുക. ഇവിടെ ലീഡിങ് ഒന്നിലധികം ഓപ്ഷൻസ് ഉണ്ടെങ്കിൽ എനിക്ക് ഡൗട്ട് വന്നേനെ അല്ലേ? ഇവിടെ നോക്കി, ഇവിടെ 0.7 ലീഡിങ് പവർ ഫാക്ടർ എന്ന് മാത്രമല്ലേ ആൻസർ ഉള്ളൂ. അതുകൊണ്ട് വളരെ എളുപ്പത്തിൽ എനിക്ക് ആൻസർ പിക്ക് ചെയ്യാൻ വേണ്ടി സാധിക്കും. ഓക്കെ, സോ ഇത്രയേ ഉള്ളൂ കാര്യം. വളരെ എളുപ്പത്തിൽ ആൻസർ പിക്ക് ചെയ്യാം. ഓപ്ഷൻ ഡി ആണ് കറക്റ്റ് ആൻസർ. നെക്സ്റ്റ് പോയാലോ? യെസ്, ദി XS3 കോഡ് കറസ്പോണ്ടിങ് ടു ഡെസിമൽ നമ്പർ 156 ഈസ്. ഈ കോഡ് ചെയ്യുക, ഡീകോഡ് ചെയ്യുക, ട്രാൻസ്ഫർ ചെയ്യുക കേട്ടോ. ഒരു നമ്പർ സിസ്റ്റത്തിൽ നിന്ന് മറ്റേ നമ്പർ സിസ്റ്റത്തിലേക്ക് ട്രാൻസ്ഫർ ചെയ്യുക, അങ്ങനെയുള്ള ചോദ്യങ്ങൾ നിർബന്ധമായിട്ടും മിനിമം ഒന്നെങ്കിലും ചോദിക്കും, അറിഞ്ഞിരിക്കണം. XS3 കോഡ് എന്താണെന്ന് അറിയാമോ? യെസ്, ഒന്നുമില്ല. BCD കോഡ് പഠിച്ചു കഴിഞ്ഞാൽ അതിൻ്റെ കൂടെ 3 ആഡ് ചെയ്ത് കഴിഞ്ഞാൽ എന്തായി? XS3 ആയി. XS3 കോഡിൽ എന്താണ്? ഡെസിമൽ നമ്പർ 156 ആണ് കേട്ടോ. 156 ഇതാണ് നമ്മുടെ ഡെസിമൽ നമ്പർ അല്ലേ? BCD ബൈനറി കോഡഡ് ഡെസിമൽ 156 ആണ്. അപ്പോൾ 1ന് കറസ്പോണ്ടിങ് ആയിട്ട് എങ്ങനെ എഴുതുക? 0001. 5ന് കറസ്പോണ്ടിങ് ആയിട്ടോ 0101. ദെൻ 6ന് കറസ്പോണ്ടിങ് ആയിട്ട് 0110. ഇങ്ങനെയാണ് എഴുതുക അല്ലേ? ഇത് BCD ആണ്, ബൈനറി കോഡഡ് ഡെസിമൽ ആണ്. ഇനി XS3 ആകുമ്പോൾ എന്താ ചെയ്യേണ്ടത്? ഇതിൻ്റെ കൂടെ 3 ആഡ് ചെയ്യുക. 1ൻ്റെ കൂടെ 3 ആഡ് ചെയ്താൽ 4 കിട്ടും. അതായത് 0100. ഇത് 5 അല്ലേ? 5ൻ്റെ കൂടെ 3 ആഡ് ചെയ്താൽ 8 കിട്ടും അല്ലേ? 1000. ഇത് 6ൻ്റെ കൂടെ 3 ആഡ് ചെയ്താലോ 9 കിട്ടും. 1001. യെസ്, ഇതാണ് നമ്മുടെ XS3 കറസ്പോണ്ടിങ് ടു 156. ഇതേത് ഓപ്ഷൻ? ഓപ്ഷൻ സി ആണ്. കണ്ടോ? 0100, 1000. ഇതാ ആൻസർ. എളുപ്പമല്ലേ? ഈ രീതിയിൽ ബൈനറി ടു ഡെസിമൽ, അതേപോലെ നിങ്ങളുടെ ഹെക്സാ ഡെസിമലൊക്കെ ചോദിക്കും, തിരിച്ചും മറിച്ചൊക്കെ ചോദിക്കും. അറിഞ്ഞിരിക്കുക, ഒരു മാർക്ക് നിങ്ങൾക്ക് സേവ് ചെയ്യാം. നെക്സ്റ്റ്, ഫ്രം ദി കൺട്രോൾ സിസ്റ്റം ആണ്. ഫ്രം ദി ക്യാരക്ടറിസ്റ്റിക് ഇക്വേഷൻ നമ്പർ ഓഫ് റൂട്ട് ഇൻ ദി ലെഫ്റ്റ് ഹാഫ് ഓഫ് എക്സ്പ്ലെയിൻ. ഈ പാർട്ടിൽ ചോദിക്കാൻ പറ്റുന്ന ഏറ്റവും സിംപ്ലസ്റ്റ് ക്വസ്റ്റ്യൻ ഇതാ. എത്ര എണ്ണം ലെഫ്റ്റ് സൈഡുണ്ട്, എത്ര എണ്ണം റൈറ്റ് സൈഡിലുണ്ട്. ദെൻ ചിലപ്പോൾ ചോദിക്കും യെസ്
ഈ പറയുന്ന വൈ ആക്സിസിൽ ഉള്ളത് ഏതൊക്കെയാണ് ആ രീതിയിലൊക്കെ ചോദിക്കാറുണ്ട് കേട്ടോ. അപ്പോൾ നിങ്ങൾ കൃത്യമായിട്ട് അറിഞ്ഞിരിക്കുക. ഇപ്പം 2s⁴ അല്ലേ, അപ്പോൾ നമ്മളിങ്ങനെ എഴുതുന്ന സമയത്ത് ക്യാരക്ടറിസ്റ്റിക് ഇക്വേഷൻ ഈ രീതിയിൽ തന്ന സ്ഥിതിക്ക് 2 3 10 ദെൻ 1 5 0 ഇത്രയേ ഉള്ളൂ സാധനം അല്ലേ. നമ്മളിനി ഇതിൻ്റെ സൈൻ ചേഞ്ചസ് നോക്കിയാൽ പോരെ. 2 10 10 മൈനസ് 3 എത്ര 7 7/1 എത്രയാണ് 7 തന്നെ അല്ലേ. ഇനി ഇവിടെ 0 ആയതുകൊണ്ട് ഞാൻ വെറുതെ തമ്മിൽ മൾട്ടിപ്ലൈ ചെയ്യേണ്ട ആവശ്യമുണ്ടോ? ഇല്ല. ഈ 10 നേരെ താഴ്ത്തി ഇട്ടാൽ മതി അല്ലേ. കാരണം എന്താ, ഇത് 10 മാത്രമേ വരുള്ളൂ എന്ന് നമുക്കറിയാം. അതുകൊണ്ടാണ് 1 × 10 മൈനസ് 2 × 0/1 അത് 10 തന്നെയാണ് വരിക. ഇനി ഇവിടെ 0 ആകുമ്പോൾ ഇവിടെ 0. നെക്സ്റ്റ് 10 മൈനസ് 35/7 അതെന്തായാലും ഒരു നെഗറ്റീവ് നമ്പർ അല്ലേ. ഞാനിവിടെ ഇരുന്ന് 10 മൈനസ് 35/7 ദെൻ ഈ 0 എനിക്ക് ഇവിടെ താത്തിയിടാം. സോ ഇതൊരു നെഗറ്റീവ് നമ്പറാണ്. ദെൻ അടുത്ത നമ്പറോ, അടുത്ത നമ്പർ ഈ നമ്പർ നെഗറ്റീവ് നമ്പർ × 10 മൈനസ് 0 ഡിവൈഡഡ് ബൈ ഈ നെഗറ്റീവ് നമ്പർ. സോ അതൊരു പോസിറ്റീവ് നമ്പർ തന്നെയല്ലേ കിട്ടുക. യെസ്, പോസിറ്റീവ് നമ്പർ കിട്ടി. അപ്പോൾ എത്ര സൈൻ ചേഞ്ചസ് വന്നു? ഇവിടുന്ന് പോസിറ്റീവ് നിന്ന് നെഗറ്റീവിലേക്ക് വന്നു, ഇവിടെ നെഗറ്റീവിലേക്ക് കൊണ്ട് പോസിറ്റീവ് വന്നു. 2 സൈൻ ചേഞ്ചസ് വന്നു. അപ്പോൾ ലെഫ്റ്റ് ഹാഫ് ഓഫ് ദി എക്സ്പ്ലെയിനിൽ എത്ര ആൾക്കാരുണ്ടാവും അല്ലേ, നമ്പർ ഓഫ് റൂട്ട്സ് എത്ര ഉണ്ടാവും? 2 എണ്ണം ഉണ്ടാവും. അപ്പോൾ ഓപ്ഷൻ എ ആണ് കറക്റ്റ് ആൻസർ. ഓക്കെ, ഓപ്ഷൻ എ ആണ് കറക്റ്റ് ആൻസർ. നെക്സ്റ്റ് വൺ, ഇത് നമ്മുടെ ലാസ്റ്റ് മൊഡ്യൂളിൽ നിന്ന് വരുന്നതാണ്. വാല്യൂ ഓഫ് സ്പെസിഫിക് ഗ്രാവിറ്റി ഓഫ് ലെഡ് ആസിഡ് ബാറ്ററി അണ്ടർ ഫുള്ളി ചാർജ്ഡ് കണ്ടീഷൻ. ഓക്കെ, 1.21 2 2.8 നൺ ഓഫ് ദി അബോവ്. സോ ഇവിടെ 1.21 ഉള്ളത് കൊണ്ട് നിങ്ങൾക്ക് ചൂസ് ചെയ്യാം, 1.21 ചൂസ് ചെയ്യാം കേട്ടോ. ഓക്കെ, നമ്മൾ പഴയ ഇപ്പം കേരള PSCയുടെ ഒക്കെ 1.21 കാണാറുണ്ട്, 1.28 കാണാറുണ്ട്. സോ 1.21 ഉണ്ടെങ്കിൽ സെലക്ട് ചെയ്യാം, 1.28 ഉണ്ടെങ്കിലും സെലക്ട് ചെയ്യാം. സോ ഇവിടെ നൺ ഓഫ് ദി അബോവിൽ നിങ്ങൾ പോകേണ്ട ആവശ്യമില്ല, 1.21 സെലക്ട് ചെയ്താൽ മതി കേട്ടോ. ഇനി ഫുള്ളി ഡിസ്ചാർജഡ് ആണെങ്കിൽ 1.18 1.16 എന്നൊക്കെ കാണാറുണ്ട്. ഓക്കെ, അതുകൂടി ഒന്ന് ഓർത്ത് വെക്കുക. സോ ഇതിൻ്റെ ആൻസർ ഓപ്ഷൻ എ ആണ്. നെക്സ്റ്റ് പോവുക. ദി റേഞ്ച് ഓഫ് ആൻ അമ്മീറ്റർ ഈസ് ടു ബി എക്സ്റ്റെൻഡഡ് ഫ്രം 250 mA to 2 A. ഇഫ് ദി 250 mA meter ഹാസ് ആൻ ഇന്റേണൽ റെസിസ്റ്റൻസ് ഓഫ് 10 ohm, വാട്ട് ഈസ് ദി അപ്രോക്സിമേറ്റ് വാല്യൂ ഓഫ് ഷണ്ട് റെസിസ്റ്റൻസ് റിക്വയർഡ് ടു എക്സ്റ്റെൻഡ് ദി റേഞ്ച്? വളരെ എളുപ്പമാണ്. അമ്മീറ്ററിൻ്റെയും വോൾട്ട്മീറ്ററിൻ്റെ ഒക്കെ റേഞ്ച് എക്സ്റ്റൻഷൻ ചോദിക്കാറുണ്ട്. അമ്മീറ്ററിൻ്റെ ആണെങ്കിൽ ഓക്കെ, അവിടെ ഒരു ഷണ്ടാണ് കണക്ട് ചെയ്യുക അല്ലേ, ഷണ്ട് പാരലായിട്ട് കണക്ട് ചെയ്യും. അതിൻ്റെ വാല്യൂ RM = M-1 ആണോ? അല്ല. ഓക്കെ, ഡിവൈഡഡ് ബൈ M-1 വരും. ദെൻ നമ്മുടെ വോൾട്ട് മീറ്ററിൻ്റെ കേസിലാണെങ്കിൽ ഒരു സീരീസ് മൾട്ടിപ്ലയർ ആണ് ചെയ്യുക. അവിടെ RM × M-1. ഈ 2 ഇക്വേഷൻ ഓർത്ത് വെക്കുക. കണ്ടോ, 250 നിന്നും 2 ആംപിയറിലേക്കല്ലേ വേണ്ടത്. അപ്പോൾ മൾട്ടിപ്ലിക്കേഷൻ ഫാക്ടർ എത്രയാണ്? ഓക്കെ, 2 ഡിവൈഡഡ് ബൈ 0.25 അല്ലേ, മൾട്ടിപ്ലിക്കേഷൻ ഫാക്ടർ 8 എന്ന് കിട്ടി. ഇനി മീറ്റർ റെസിസ്റ്റൻസ് തന്നിട്ടുണ്ട്, അത് എത്രയാണ്? 10. M 8 അല്ലേ, 8 - 1 7. 10/7 എത്രയാണ്? അത് 1 ചില്ലറയായിരിക്കും. ഒന്നും കാൽക്കുലേറ്റ് ചെയ്യാൻ പോലും വേണ്ട, ഓപ്ഷൻ എ ആണെന്ന് ആൻസർ കിട്ടും. കണ്ടോ, ഇതൊക്കെ നമുക്ക് വേഗം എലിമിനേറ്റ് ചെയ്യാം അല്ലേ. 5, 2.5, 3 ഒന്നും എന്തായാലും വരില്ല. സോ ഓപ്ഷൻ എ ആണ് കറക്റ്റ് ആൻസർ. ഈ രീതിയിലാണ് ചെയ്യുക കേട്ടോ. വളരെ എളുപ്പമാണ്, 1 മാർക്ക് വേഗത്തിൽ സ്കോർ ചെയ്യാം. ഇതേ ചോദ്യം നമുക്ക് അസിസ്റ്റൻറ്റ് ഇലക്ട്രിക്കൽ ഇൻസ്പെക്ടർ ചോദിച്ചിട്ടുണ്ട്, KSEB എയിലും ചോദിച്ചിട്ടുണ്ട്. നമുക്ക് ഇപ്രാവശ്യത്തെ ഹാർബർ എഞ്ചിനീയറിങ്ങിനും ചോദിക്കും. നെക്സ്റ്റ്, എ DC വോൾട്ടേജ് ഓഫ് 40 volt is applied across series connected resistor 4 ohm and 3 ohm. Find the current through 2 ohm resistance if it is connected across 4 ohm resistor. ഇത് അസിസ്റ്റൻറ്റ് ഇലക്ട്രിക്കൽ ഇൻസ്പെക്ടർ 2022 നടന്ന എക്സാമിൽ ചോദിച്ചാണ്. ചിലപ്പോൾ നിങ്ങൾ എഴുതിയിട്ടുണ്ടാവില്ല, എഴുതിയവരുണ്ടാവാം. നമുക്കിത് ചെയ്തു നോക്കാം കേട്ടോ. ഒരു 4 ohm ഉണ്ട്, ഒരു 3 ohm ഉണ്ട്. ഇങ്ങനെ ഒരു ഫിഗർ വരയ്ക്കുന്നതാണ് ഏറ്റവും നല്ലത് നിങ്ങൾക്ക് അണ്ടർസ്റ്റാൻഡിങ്ങിന് വേണ്ടിയിട്ട്. അത് ഞാൻ എന്ത് ചെയ്തു, ഒരു 40 വോൾട്ട് സപ്ലൈയിൽ കണക്ട് ചെയ്തു. തീർന്നോ? തീർന്നില്ല. ഫൈൻഡ് ദി കറണ്ട് ത്രൂ 2 ohm റെസിസ്റ്റൻസ്. 2 ohm റെസിസ്റ്റൻസ് ഇപ്പോൾ ഇവിടെ നിന്ന് വന്നു. യെസ്, ഒരു 2 ohm റെസിസ്റ്റൻസ് ഞാൻ എടുത്തിട്ട് ഇതിനെ ക്രോസ് കണക്ട് ചെയ്യുന്നുണ്ട് കേട്ടോ. യെസ്, ഇപ്പോഴാണിത് കംപ്ലീറ്റ് ആയത്. യെസ്, ഇങ്ങനെ കണക്ട് ചെയ്താൽ ഈ 2 ohm റെസിസ്റ്റൻസിൽ കൂടി പാസ് ചെയ്യുന്ന കറണ്ട് കുറച്ചൊരു പണിയുണ്ട്, അത്ര സിമ്പിളൊന്നുമല്ല. അപ്പോൾ ചെയ്യേണ്ട കാര്യം എന്താ? യെസ്, ആദ്യം നമ്മൾ ഈ ടോട്ടൽ കറണ്ട് കണ്ടുപിടിക്കുക. ഈ സർക്യൂട്ടിൽ കൂടി ഫ്ലോ ചെയ്യുന്ന ടോട്ടൽ, കുറേയധികം മെത്തേഡുകളുണ്ട്, ഞാൻ ഒരു മെത്തേഡ് പറയാം കേട്ടോ. ടോട്ടൽ കറണ്ട് കണ്ടുപിടിക്കുക. സോ കറണ്ട് എന്താ? ടോട്ടൽ വോൾട്ടേജ് ബൈ ടോട്ടൽ റെസിസ്റ്റൻസ് ആണ്. ടോട്ടൽ റെസിസ്റ്റൻസ് കണ്ടുപിടിക്കുമ്പോൾ ഈ 2 റെസിസ്റ്റൻസ് വാല്യൂസ് പാരലൽ അല്ലേ, അപ്പോൾ അതിൻ്റെ എഫക്റ്റീവ് കണ്ടുപിടിക്കുകയാണേ. സോ അതിനെ ഞാൻ R1 എന്ന് വിളിച്ചു കഴിഞ്ഞാൽ
അതിൻ്റെ എഫക്റ്റീവ് എന്താ? 6RB/6A+RB. സോ 2 × 4/2 + 4 8/6 കിട്ടി അല്ലേ? 4/3 ആൻസർ കിട്ടി. ഇനി അവർ രണ്ടാളും ഇവന് സീരീസ് അല്ലേ, 3 ഓമിന് സീരീസാണ്. സോ ആൻസർ എന്തായി? 4/3. ആർ എഫക്റ്റീവാണ് കണ്ടുപിടിക്കുന്നത്. 4/3 + 3/1 ചെയ്താൽ എന്ത് കിട്ടി? 3. 9 + 4 14/3. ഇങ്ങനെ തന്നെ വെച്ചോട്ടോ, നമുക്ക് സോൾവ് ചെയ്യാം, കുഴപ്പമൊന്നുമില്ല. ഇനി കറണ്ട് ഇതാ, ഈ കറണ്ടാണ് കണ്ടുപിടിക്കുന്നത്. കറണ്ട് എന്താ? V/R 40/14/3. എന്ത് സംഭവിക്കും? ഈ 3 മേലെ പോകും അല്ലേ? 40 × 3/14 എന്ന് കിട്ടി. ഇതാണ് എൻ്റെ കറണ്ട് കേട്ടോ, ഇതാണ് എൻ്റെ കറണ്ട്. ഈ കറണ്ട് എന്ത് ചെയ്യും? ഇവിടെ എത്തിയിട്ട് മുകളിലേക്കും താഴേക്കും പോകും അല്ലേ? കറണ്ട് കൂടിയ റെസിസ്റ്റൻസിൽ കൂടി കുറഞ്ഞ കറണ്ടും കുറഞ്ഞ റെസിസ്റ്റൻസിൽ കൂടി കൂടിയ കറണ്ടും പോകും അല്ലേ? കറണ്ട് ഡിവിഷൻ റൂളുണ്ട്. സോ ഇതാണ് ടോട്ടൽ കറണ്ട്. 40 × 3/14 ഇതാണ് ടോട്ടൽ കറണ്ട്. 2 ആംപിയറിൽ കൂടി 2 ഓമിൽ കൂടി എത്ര കറണ്ട് പോകും? യെസ്, ഓപ്പോസിറ്റ് ആം കണ്ടുപിടിക്കുക. ഓപ്പോസിറ്റ് ആമിലെ റെസിസ്റ്റൻസ് ഡിവൈഡഡ് ബൈ ടോട്ടൽ റെസിസ്റ്റൻസ്. 2 + 4 6 ഇതാണ് വരിക. അപ്പം 4ഉം 6ഉം കട്ട് ചെയ്ത് 2ഉം 3ഉം ആയി. ഈ 3ഉം 3ഉം കട്ടായി. അപ്പോൾ 80/14 കിട്ടും. 80/14 പറയുമ്പം യെസ് 13 കേട്ടോ. ഇതാ 9 4 13. അപ്പോൾ 80/13 കിട്ടും. 80/13 6.15 കിട്ടും. സോ ഓപ്ഷൻ എ ആണ് കറക്റ്റ് ആൻസർ കേട്ടോ. ഇവിടെ ഞാൻ ചെയ്തതിൽ 13/3 ഈ രീതിയിൽ തെറ്റുണ്ടാവരുത്. എന്താ, ചില കേസസിൽ നമ്മളിപ്പം 1 1 കൂട്ടിയിട്ട് 3 എന്നൊക്കെ എഴുതും എക്സാം ഹാളിൽ കേട്ടോ. സോ ആ തെറ്റുകൾ വരുത്തരുത്. സോ നെക്സ്റ്റ് പോവാം. ഇത് ലേറ്റസ്റ്റ് ചോദിച്ചൊരു ചോദ്യമാണ്, അതുകൊണ്ടാണ് ഞാൻ എഴുതിയത്. വാട്ട് വിൽ ബി ദി ചേഞ്ച് ഇൻ EMF ഇൻഡ്യൂസ്ഡ് ഇൻ DC ജനറേറ്റർ ഇഫ് ഫ്ലക്സ് ഈസ് റെഡ്യൂസ്ഡ് ബൈ 20%, സ്പീഡ് ഈസ് ഇൻക്രീസ്ഡ് ബൈ 20%? കണ്ടോ കൺസെപ്റ്റ് നമുക്കറിയാം. N പ്രൊപ്പോർഷണൽ ടു EB/φ ആണ് നമുക്കറിയാലോ അല്ലേ? സോ EB പ്രൊപ്പോർഷണൽ ടു N × φ. ബാക്കിയെല്ലാം കോൺസ്റ്റൻറ്റുകളാണ് അല്ലേ? സോ ഇവിടെ എന്താ ഉദ്ദേശിക്കുന്നത്? ഇവിടെ ഫ്ലക്സ് റെഡ്യൂസ്ഡ് ബൈ 20%. ഫ്ലക്സ് എന്ത് ചെയ്തു? 1ൽ നിന്നും 0.8ലേക്ക് കുറഞ്ഞു. ഇനി സ്പീഡോ? സ്പീഡ് ഇൻക്രീസ് ബൈ 20%. അതായത് സ്പീഡ് 1ൽ നിന്നും 1.2 ആയി. അത് ചെയ്താൽ മതി. 0.8 × 1.2 എന്ത് കിട്ടും? 0.8നെ 1 കൊണ്ട് മൾട്ടിപ്ലൈ ചെയ്താൽ 0.8. 0.8 × 0.2 0.16 0.96 ആയി. അതായത് 1ൽ നിന്നും 0.96 ആയി. അതായത് 4% കുറഞ്ഞു അല്ലേ? 4% റെഡ്യൂസ്ഡ്. വളരെ ഈസി, അത്രയേ ഉള്ളൂ കാര്യം. നെക്സ്റ്റ് ചോദ്യത്തിലേക്ക് പോവാം. ഒക്ടൽ നമ്പർ 752.222 ഈസ് ഈക്വൽ ടു വിച്ച് ഓഫ് ദി ഫോളോയിങ്? ഇതൊരു ഒക്ടൽ നമ്പറാണ്. 752.222. ഇവിടെ റാഡിക്സ് 8 ആണ്. ഇതിനെ റാഡിക്സ് 16 ആയിട്ടുള്ള അതെന്താ? അത് ഹെക്സാ ഡെസിമലാണ്. എങ്ങനെ എഴുതും? 7ന് 3 ബിറ്റ് കൊടുക്ക്. 1 1 1. 5നോ 101. 2ഓ 010. ഡെസിമൽ പോയിന്റ് മറന്നു പോകരുത്. 2 എങ്ങനെ എഴുതുക? 010. 2ഓ 010. 2ഓ 010. ഇനി നമ്മൾ ഒക്ടൽ നമ്പർ എഴുതി കഴിഞ്ഞു. ഇനി എന്ത് ചെയ്യണം? അതിനെ ഹെക്സാ ഡെസിമലിലേക്ക് മാറ്റണം. ഹെക്സാ ഡെസിമലിലേക്ക് മാറ്റുമ്പോൾ ശ്രദ്ധിക്കേണ്ട കാര്യം, ഹെക്സാ ഡെസിമലിന് 4 ബിറ്റുകൾ വേണം അല്ലേ? അപ്പോൾ ഈ ഡെസിമൽ പോയിന്റിൽ നിന്ന് റൈറ്റ് സൈഡിലേക്ക് ഇങ്ങനെ ട്രാവൽ ചെയ്യുക. ഇനി ഈ ഡെസിമൽ പോയിന്റിൽ നിന്ന് ലെഫ്റ്റ് സൈഡിലേക്ക് ഇങ്ങനെ ട്രാവൽ ചെയ്യുക. 4 പേരെ പിടിച്ചൊരു ഗ്രൂപ്പാക്കുക. കണ്ടോ? 4 പേരെ പിടിച്ചൊരു ഗ്രൂപ്പാക്കുക. ഇതാ ഇവിടെയും 4 പേരെ പിടിച്ച് ഗ്രൂപ്പാക്കി, ഇവിടെ 4 പേരെ പിടിച്ചൊരു ഗ്രൂപ്പാക്കി. പിന്നെ ഇവൻ 1 മാത്രമേ ബാക്കിയുള്ളൂ. ഓക്കെ, ഇവിടെ നമുക്ക് എന്ത് ചെയ്യാം? ബാക്കി സീറോസ് വെച്ച് അഡ്ജസ്റ്റ് ചെയ്യാം കേട്ടോ. അതാണ് ഇതിൻ്റെ ഒരു ഭംഗി എന്ന് പറയുന്നത്. കണ്ടോ? 0 0 0 1 എന്താ? 1 1 1 1 0 എന്താ? അത് 14 കിട്ടും അല്ലേ? 14 പറയുമ്പം E ആണ്. ഇപ്പം തന്നെ ആൻസർ കിട്ടി. 1EA 49. കണ്ടോ? ബാക്കി ചെയ്ത് നോക്കുക. 10 എന്ന് പറയുന്നത് എന്താ? 10 എന്ന് പറയുന്നത് A ആണ്. 0.0100 എന്താ? 4 ആണല്ലേ? 4. ദെൻ ഇത് 9. ഇനി ഇവിടെ എന്താ? ഇവിടെ 0 ആണ് വരുന്നത്. ഇനി ഇങ്ങോട്ടേക്ക് എത്ര 0 കൊടുത്താലും കണക്ക് തന്നെയാണ് അല്ലേ? സോ ഓപ്ഷൻ ബി ആണ് കറക്റ്റ് ആൻസർ. ഞാൻ നേരത്തെ പറഞ്ഞ പോലെ ഒരു ക്വസ്റ്റ്യൻ നിർബന്ധമായിട്ടും ഇതിൽ നിന്ന് ചോദിക്കാം. മിനിമം ഒരു ചോദ്യം ചോദിക്കാം. ഒന്നിൽ കൂടുതൽ ചോദിക്കുകയാണെങ്കിൽ നിങ്ങൾക്ക് ലോട്ടറി കേട്ടോ. നെക്സ്റ്റ് പോവാം. 4 ബിറ്റ് റിപ്പിൾ കൗണ്ടർ ഉണ്ട്, മൾട്ടിപ്ലക്സർ ഉണ്ട്. അപ്പോൾ കൗണ്ടർ എന്നൊരു ചോദ്യം നമുക്ക് എക്സ്പെക്ട് ചെയ്യാം. ചോദ്യം എന്താ? A 4-bit ripple counter and a 4-bit synchronous counter are made using flip-flop having a propagation delay of 10 nanosecond each.
ഇഫ് ദി വേസ്റ്റ് കേസ് ഡിലേ ഇൻ ദി റിപ്പിൾ കൗണ്ടർ ആൻഡ് ദി സിൻക്രണസ് കൗണ്ടർ ബി ആർ ആൻഡ് എസ് റെസ്പെക്റ്റീവ്ലി ദെൻ. ഇവിടുത്തെ പോയിന്റ് പറയുന്നത് റിപ്പിൾ കൗണ്ടർ എന്ന് പറയുന്നത് ഒരു അസിൻക്രണസ് കൗണ്ടറാണ് കേട്ടോ. എന്താണ് സിൻക്രണസ് കൗണ്ടറിൻ്റെയും അസിൻക്രണസ് കൗണ്ടറിൻ്റെയും പ്രൊപ്പഗേഷൻ ഡിലേയിലെ പ്രശ്നം? യെസ്, സിൻക്രണസ് കൗണ്ടറിൻ്റെ കേസിൽ നമ്മൾ കൊടുക്കുന്ന ക്ലോക്ക് എല്ലാം സിൻക്രണസ് ആയിരിക്കും. സോ അവിടുത്തെ ഡിലേ എന്ന് പറയുന്നത് ഒരൊറ്റ ഡിലേ മാത്രമേ ഉണ്ടാവുള്ളൂ കേട്ടോ. ടോട്ടൽ ഡിലേ എന്ന് പറയുന്നത് ഒരു ഫ്ലിപ്പ് ഫ്ലോപ്പിൻ്റെ ഡിലേ മാത്രമേ ഉണ്ടാവുള്ളൂ, 1 FFൻ്റെ ഡിലേ. ഏതിൻ്റെ കേസിൽ? സിൻക്രണസിൻ്റെ കേസിൽ കേട്ടോ, സിൻക്രണസ് കൗണ്ടറിൻ്റെ കേസിൽ. അപ്പോൾ അതാ സിൻക്രണസിന് 10 മാത്രമേ വരുള്ളൂ. അപ്പം ആരൊക്കെ പോയി? ഇവർ രണ്ടാളും പോയി അല്ലേ. ഇനി നമ്മുടെ റിപ്പിൾ കൗണ്ടർ എന്ന് പറയുന്നത് ഒരു അസിൻക്രണസ് കൗണ്ടറാണ് എന്നുള്ളതാണ് നമ്മുടെ പോയിൻ്റ് കേട്ടോ. അസിൻക്രണസ് കൗണ്ടറാണ് നമ്മുടെ റിപ്പിൾ കൗണ്ടർ. അവിടുത്തെ ടോട്ടൽ ഡിലേ എന്തായിരിക്കും? ടോട്ടൽ ഡിലേ എന്ന് പറയുന്നത് n ഇൻറ്റു ഒരു ഫ്ലിപ്പ് ഫ്ലോപ്പിൻ്റെ ഡിലേ. എത്ര ഫ്ലിപ്പ് ഫ്ലോപ്പ് ഉണ്ട്? 4 എണ്ണം അല്ലേ. ഒരു ഫ്ലിപ്പ് ഫ്ലോപ്പിൻ്റെ ഡിലേ എത്രയാണ്? 10 നാനോ സെക്കൻഡ്. സോ 40 വരിക. ഓപ്ഷൻ ബി ആണ് ഇവിടുത്തെ ആൻസറായിട്ട് വരിക. വളരെ എളുപ്പമല്ലേ? യെസ്. അപ്പോൾ ആ ഒരു പോയിന്റ് മാത്രം ഓർത്തിരുന്നാൽ മതി. ചിലപ്പോൾ ചോദിക്കാം കേട്ടോ, ഇനി ഇങ്ങോട്ടേക്ക് ചോദിക്കാം. അതിലൊക്കെ എന്ത് ചെയ്യും അവർ? റിംഗ് കൗണ്ടർ, ജോൺസൺ കൗണ്ടർ അങ്ങനെയൊക്കെ ആയിരിക്കും ചോദിക്കുന്നുണ്ടാവുക. അപ്പം ആ രീതിയിലും ഓർത്ത് വെക്കുക. നെക്സ്റ്റ് വൺ, ദി ക്ലോക്ക് ഫ്രീക്വൻസി ഓഫ് എൻ 8085 മൈക്രോ പ്രോസസർ ഈസ് 10 MHz. ടൈം റിക്വയർഡ് ടു എക്സിക്യൂട്ട് ആൻ ഇൻസ്ട്രക്ഷൻ ഈസ് 1.2 മൈക്രോസെക്കൻഡ്. ദി ടി സ്റ്റേറ്റ് നീഡഡ് ടു എക്സിക്യൂട്ട് ദി ഇൻസ്ട്രക്ഷൻ ഈസ്. വളരെ സിമ്പിളാണ്. ഫ്രീക്വൻസി തന്നു, അത് എത്രയാണ്? അത് 10 MHz ആണ്. അപ്പോൾ അതിൻ്റെ ടൈം പീരീഡ് എന്തായിരിക്കും? 1 ഫ്രീക്വൻസി ആണ് അല്ലേ. സോ 1/10 മെഗാ, 1/10 × 10⁶. 1/10 എന്താ? അത് 0.1 ആണ്. 1/10⁶ എന്താ? അത് മൈക്രോ ആണ് അല്ലേ, മൈക്രോ സെക്കൻഡ്. സോ ഒരു ടി സ്റ്റേറ്റ് എന്ന് പറയുന്നത് 0.1 മൈക്രോ സെക്കൻഡ് ആണ്. ഇവിടെ പറഞ്ഞാൽ എന്താ പറയുക? ഒരു ഇൻസ്ട്രക്ഷൻ എക്സിക്യൂട്ട് ചെയ്യാൻ 1.2 മൈക്രോ സെക്കൻഡ് എടുത്തു എന്ന് പറഞ്ഞു. അതായത് 12 × ടി സ്റ്റേറ്റ് എടുത്തു അല്ലേ. ഒരു ടി സ്റ്റേറ്റ് 0.1 ആണ്. അപ്പോൾ എത്ര ടി സ്റ്റേറ്റ് എടുത്തു? 12. ആൻസർ വളരെ എളുപ്പത്തിൽ നമുക്ക് കിട്ടിക്കഴിഞ്ഞു. നെക്സ്റ്റ് പോവാം. ഫൈൻഡ് ദി റെസൊല്യൂഷൻ ഓഫ് എ 10-bit A2D കേട്ടോ. ADC ചോദിക്കും, DAC ചോദിക്കും, ഡിഫറെൻറ്റ് ടൈപ്പ് ഓഫ് ADC ചോദിക്കും, ഡിഫറെൻറ്റ് ടൈപ്പ് ഓഫ് TLC ചോദിക്കും. അതിൻ്റെ ഒക്കെ എന്താണ് റെസൊല്യൂഷൻ ചോദിക്കാറുണ്ട്. ദെൻ നമ്പർ ഓഫ് ബിറ്റ് എത്ര വേണം ചോദിക്കാറുണ്ട്. അങ്ങനത്തെ ചോദ്യങ്ങളൊക്കെ വരാറുണ്ട്. ഏറ്റവും ഫാസ്റ്റായിട്ടുള്ള ഫ്ലാഷ് ADC അല്ലേ, ആ രീതിയിലൊക്കെ ക്വസ്റ്റ്യൻ വരാറുണ്ട്. റെസൊല്യൂഷൻ മിക്കവാറും വരാൻ സാധ്യതയുണ്ട് കേട്ടോ ഇപ്രാവശ്യം കേട്ടോ. റെസൊല്യൂഷൻ നമുക്ക് എന്ത് ചെയ്യാം? പെർസെൻറ്റേജ് റെസൊല്യൂഷനിലൊക്കെ തരും, അത് കണ്ടുപിടിക്കാം. അപ്പോൾ 1/2n-1 ചെയ്താൽ മതി. ഇവിടെ ചോദിച്ചാൽ എന്താ? ഇവിടെ നമുക്ക് വോൾട്ടേജ് തന്നിട്ടുണ്ട്. സോ വോൾട്ടേജ് തന്നു കഴിഞ്ഞാൽ എന്ത് ചെയ്യണം? ആ വോൾട്ടേജ് ഡിവൈഡഡ് ബൈ 2n-1 അല്ലേ. സോ 2/10 n എത്ര തന്നെ? 10 ബിറ്റ് ആണ്. n = 10 അല്ലേ. സോ 2/10-1. 2/10 എത്രയാണ്? ഞാൻ പഠിപ്പിച്ചു തന്നിട്ടില്ലേ? 1024 -1. അപ്പോൾ 10/1024 കിട്ടും കേട്ടോ. 10/1024. ഇതെന്താ? ഇത് വോൾട്ടേജിലായതുകൊണ്ട് കേട്ടോ, വോൾട്ടേജിലാണ് തന്നിട്ടുള്ളത്. സോ ഇത് ചെയ്ത് നോക്കണോ? വേണ്ട. 10/1000 എത്രയാണ്? 10/1000 എന്ന് പറയുന്നത് 10 മില്ലി വോൾട്ട് ആണ് അല്ലേ. എന്തുകൊണ്ടാണ്? ഇവിടെ കിലോ താഴെ കിടക്കുകയാണെങ്കിൽ അത് മുകളിലേക്ക് വരുമ്പോൾ മില്ലി ആവും. നിങ്ങൾക്കറിയാം 10 മില്ലി വോൾട്ടാണെന്നറിയാം. ദെൻ ഇവിടെ 1024 ഉണ്ടാകുമ്പോൾ ആ 10 മില്ലി വോൾട്ടിൽ കുറച്ച് താഴെയുള്ളൊരു വാല്യൂ എഴുതിയാൽ മതി. അതായത് 9 ചില്ലറ അല്ലേ, 9.77 മില്ലി വോൾട്ടാണ് ആൻസർ ആയിട്ട് വരിക. ഇവിടെ ഓപ്ഷനിൽ പോയി പിക്ക് ചെയ്തോ, അത് മാത്രമേ ഉണ്ടാവുള്ളൂ. ബാക്കിയെല്ലാം എന്താണ്? ദൂരെയുള്ള വാല്യൂസാണ്. സോ ഓപ്ഷൻ ബി ആണ് കറക്റ്റ് ആൻസർ. നെക്സ്റ്റ്, വാട്ട് വിൽ ബി ദി നാച്ചർ ഓഫ് ഫോൾട്ട് ഇഫ് എ പവർ സിസ്റ്റം ഈസ് സബ്ജക്റ്റഡ് ടു എ ഫോൾട്ട് വിച്ച് മേക്സ് ദി സീറോ സീക്വൻസ് കമ്പണൻറ്റ് ഓഫ് ആക്ച്വൽ കറണ്ട് ഈക്വൽ ടു 0. ഇവിടെ നമ്മൾ പിടിക്കേണ്ട പോയിന്റ് സീറോ സീക്വൻസ് കറണ്ട് 0 ആണെന്നാണ് പറഞ്ഞിട്ടുള്ളത് കേട്ടോ. സീറോ സീക്വൻസ് കറണ്ട് 0 ആണെന്ന് പറഞ്ഞിട്ടുള്ളത്. ഡിഫറെൻറ്റ് ടൈപ്പ് ഓഫ് ഫോൾട്ട് പറയുന്ന സമയത്ത് ഓരോന്നിനും ബോക്സ് ആക്കിയിട്ട് നിങ്ങൾ എഴുതണം. ഓരോ ഫോൾട്ടും ഡീറ്റെയിൽ ആയിട്ട് പഠിക്കണം. അതിൻ്റെ സർക്യൂട്ട് പഠിക്കണം അല്ലേ, അതിൻ്റെ ഈക്വലൻ്റ് ഡയഗ്രാം പഠിക്കണം. ഏറ്റവും അവസാനം ഒരു ബോക്സ് ആക്കിയിട്ട് നിങ്ങൾ വരച്ച് അതിൻ്റെ വോൾട്ടേജ് കറണ്ടൊക്കെ മാർക്ക് ചെയ്ത് എഴുതി വെച്ച് ആ രീതിയിൽ പഠിക്കണം. ഇവിടെ എന്തോ ഭാഗത്തിന് അതിൻ്റെ ആവശ്യം വരുന്നില്ല. എന്തുകൊണ്ടാണ്? സീറോ സീക്വൻസ് കറണ്ട് ഇവിടെ 0 ആണെന്ന് പറഞ്ഞിട്ടുണ്ട്. സീറോ സീക്വൻസ് കറണ്ട് 0 ആണെങ്കിൽ അവിടെ ഗ്രൗണ്ട് ഉണ്ടാവാൻ വേണ്ടി പാടില്ല അല്ലേ, ഗ്രൗണ്ട് ഉണ്ടാവാൻ വേണ്ടി പാടില്ല. ഇവിടെ ഗ്രൗണ്ട് ഇല്ലാത്ത ഒരേ ഒരു ഫോൾട്ട് ഏതാ? ഡബിൾ എൽ ഫോൾട്ട്. ഓപ്ഷൻ ബി ആണ് കറക്റ്റ് ആൻസർ. ഓക്കെ, യെസ്.
A transmission line has 4 units of string insulator. Voltage across the bottommost unit is 45% of the total voltage. Then the string efficiency of the arrangement is. വളരെ എളുപ്പമാണ്. സ്ട്രിങ് എഫിഷ്യൻസി അല്ലേ, സ്ട്രിങ് എഫിഷ്യൻസി ചോദിക്കാൻ സാധ്യതയുള്ള സാധനമാണ്. ഇത് വളരെ എളുപ്പത്തിൽ തന്നിട്ടുള്ള സാധനമാണ്. എന്തായിരിക്കും? ടോട്ടൽ വോൾട്ടേജ് ഡിവൈഡ് ബൈ എൻ ഇൻറ്റു വോൾട്ടേജ് ഓഫ് ബോട്ടം അല്ലേ, വോൾട്ടേജ് ഓഫ് ബോട്ടം എലമെൻറ്റ് എന്നാണ് വരിക. അപ്പോൾ ടോട്ടൽ വോൾട്ടേജ് എന്താ പറഞ്ഞത്? അത് വി ആണ് നമ്മൾ എടുക്കുകയാണെങ്കിൽ ബോട്ടം എലമെൻറ്റിൻ്റെ വോൾട്ടേജ് എന്താ? 45% ഓഫ് ദി ടോട്ടൽ വോൾട്ടേജ് തന്നിട്ടുണ്ട്. അപ്പോൾ നമ്മൾ എന്ത് ചെയ്യണം? 0.45 എന്ന് എടുക്കുക. നമ്പർ ഓഫ് ഡിസ്ക് എത്രയാണ്? 4 ആണ്. സോ എന്തായി? വി ഡിവൈഡഡ് ബൈ ഓക്കെ ദിസ് മച്ച് ഓഫ് വി ആണ്. 0.45നെ 2 കൊണ്ട് ചെയ്താൽ 0.9, വീണ്ടും 2 കൊണ്ട് ചെയ്താൽ 1.8. സോ വി ബൈ 1.8 വി, അതായത് 10/18 ആൻസർ വരിക, അല്ലെങ്കിൽ 5/9. 5/9 എന്ന് പറയുന്നത് എന്താ? യെസ്, ഹാഫിനേക്കാളും കുറച്ച് കൂടുതലല്ലേ, അതായത് 55.55% കേട്ടോ. ഇതൊക്കെ നിങ്ങളുടെ ആപ്റ്റിറ്റ്യൂഡ് സ്കില്ലും നിങ്ങളുടെ ന്യൂമറിക്കൽ സ്കില്ലും ഒക്കെ വളരെ മികച്ചതാണെങ്കിൽ വളരെ എളുപ്പത്തിൽ സെക്കൻഡുകൾ കൊണ്ട് ആൻസർ ക്രാക്ക് ചെയ്യാൻ വേണ്ടി പറ്റും. നെക്സ്റ്റ് CRO എന്ന് ചോദിക്കാൻ സാധ്യതയുള്ള ചോദ്യമാണ്. അക്വാഡാഗ് കോട്ടിംഗ് ഇൻ CRO ഈസ് യൂസ്ഡ് ടു കളക്ട്. സെക്കൻഡറി എമിഷൻ മൂലമുള്ള നമ്മുടെ ഇലക്ട്രോണുകളെ കളക്ട് ചെയ്യാൻ വേണ്ടിയിട്ടാണ് അക്വാഡാഗ്. ദെൻ CRO എന്ന് ചിലപ്പം അതിൻ്റെ ചിലപ്പോൾ എക്സ് ആൻഡ് വൈയിൽ നമ്മൾ സിഗ്നൽസ് കൊടുത്തു കഴിഞ്ഞാൽ അതിൻ്റെ ഫേസ് ഡിഫറൻസ് കണ്ടുപിടിക്കാനുള്ള ചോദ്യമൊക്കെ ചോദിച്ചേക്കാം. അതിൻ്റെ ഒരു കംപ്ലീറ്റ് ആയിട്ടുള്ള ഒരു സാധനം ഞാൻ ഇത് ചെയ്തിട്ടുണ്ട്. ജൂനിയർ ഇൻസ്ട്രക്ടറിൻ്റെ ഒരു പ്രീവിയസ് ഇയർ ക്വസ്റ്റൻ്റെ വീഡിയോൻ്റെ അകത്ത് ഞാൻ ചെയ്തിട്ടുണ്ട്. താല്പര്യമുള്ളവർക്ക് അത് കണ്ടുനോക്കാം കേട്ടോ. അത് പഠിച്ചാൽ നിങ്ങൾക്ക് എന്ത് ചെയ്യാം? കംപ്ലീറ്റ് ഫേസ് റിലേഷൻഷിപ്പ് മനസ്സിലാക്കാൻ വേണ്ടി പറ്റും. ഇനി സ്വീപ്പ് ജനറേറ്റർ ഓഫ് എ CRO ഈസ് യൂസ്ഡ് ടു പ്രൊഡ്യൂസ്. ഓക്കെ, എന്തിനാണ് സ്വീപ്പ് ജനറേറ്റർ യൂസ് ചെയ്യുന്നതാണ് ചോദ്യം. എന്തിനാണ്? യെസ്, നമുക്ക് സോ ടൂത്ത് ആയിരിക്കും സ്വീപ്പ് ജനറേറ്ററിൽ വരിക അല്ലേ. സോ ടൂത്ത് വരും ഫോർ ദി ഹൊറിസോണ്ടൽ ഡിഫ്ലക്ഷൻ ഓഫ് ഇലക്ട്രോൺ ബീം. വെർട്ടിക്കലിലാണ് നമ്മൾ സിഗ്നൽ കൊടുക്കുക അല്ലേ, ഇൻപുട്ട് കൊടുക്കുന്നത് വെർട്ടിക്കലായിരിക്കും. ഓക്കെ അല്ലേ? യെസ്. നെക്സ്റ്റ് പോവുക. വിച്ച് ഓഫ് ദി ഫോളോയിങ് ഈസ് എ പ്രൈമറി സെല്ല്. പ്രൈമറി സെല്ലും സെക്കൻഡറി സെല്ലൊക്കെ നമുക്ക് പഠിക്കണം. സിങ്ക് കാർബൺ കണ്ടു കഴിഞ്ഞാൽ വെറുതെ അടുത്തേക്ക് പോകേണ്ട ആവശ്യമില്ല, കാരണം ലെഡ് ആസിഡ് സെല്ല് കൊടുത്തിട്ടുണ്ട്, അതൊരു സെക്കൻഡറി സെല്ലാണ്. നിക്കൽ കാഡ്മിയം അത് ചാർജ് ചെയ്യാൻ വേണ്ടി പറ്റുന്ന സെല്ലാണ് അല്ലേ, സെക്കൻഡറി സെല്ലാണ്. സോ ഓപ്ഷൻ എ ആണ് കറക്റ്റ് ആൻസർ. ഇൻ സീരീസ് ഗ്രൂപ്പിംഗ് ഓഫ് ബാറ്ററി ഇൻക്രീസ് ഇൻ നമ്പർ ഓഫ് സെൽ റിസൾട്ട് ഇൻ. സീരീസിൽ ഇൻക്രീസ് ചെയ്ത് കഴിഞ്ഞാൽ എന്താ സംഭവിക്കുക? വോൾട്ടേജ് ഇൻക്രീസ് ചെയ്യുക അല്ലേ. പക്ഷേ ഇവിടെ കോൺസ്റ്റൻറ്റ് വോൾട്ടേജ് അതല്ല, വോൾട്ടേജ് ഇൻക്രീസ് ചെയ്യുക. ഓക്കെ, ഇൻക്രീസ് ഇൻ കറണ്ട് അല്ല, കറണ്ടിൽ വ്യത്യാസം ഉണ്ടാവില്ല, സെയിം കറണ്ടാണ് ഉണ്ടാവുക. കണ്ടോ, കോൺസ്റ്റൻറ്റ് കറണ്ട് ഇവിടെ കൊടുത്തിട്ടുണ്ട്. ഓപ്ഷൻ ബി ആണ് കറക്റ്റ് ആൻസർ. കറണ്ട് കുറയോ? ഇല്ല, കറണ്ട് കുറയുന്ന പരിപാടിയൊന്നുമില്ല. ഓക്കെ, സോ ഓപ്ഷൻ ബി ആണ് കറക്റ്റ് ആൻസർ. ഡ്യൂ ടു മോയ്സ്ചർ കണ്ടന്റ് ഇൻ സോയിൽ എർത്ത് റെസിസ്റ്റൻസ്. നമ്മൾ സാധാരണ ഒരു എർത്തിങ് ഒക്കെ ചെയ്തതിന് ശേഷം ഇവിടെ കരിയും കൽക്കരിയും അല്ലേ വെള്ളമൊക്കെ ഒഴിച്ചു കൊടുക്കുന്നുണ്ട് അല്ലേ. അതെന്തിനായിരിക്കും ചെയ്യുന്നുണ്ടാവുക? യെസ്, എർത്ത് റെസിസ്റ്റൻസ് പരമാവധി കുറയ്ക്കാൻ വേണ്ടിയിട്ട് കേട്ടോ, കൂട്ടാനല്ല, കുറയ്ക്കാൻ വേണ്ടിയിട്ട്. സോ മനസ്സിലാക്കുക, മോയ്സ്ചർ കണ്ടന്റ് കൂടും തോറും എർത്ത് റെസിസ്റ്റൻസ് കുറയും അല്ലേ, എർത്തിങ് കുറച്ചും കൂടി എഫിഷ്യൻ്റ് ആവും. ഓക്കെ, സോ ഡിക്രീസസ് എന്നുള്ളതാണ് ആൻസർ. നെക്സ്റ്റ് വൺ, പർപ്പസ് ഓഫ് എർത്തിങ് ഈസ് ടു. എന്തിനായിരിക്കും? പ്രൊവൈഡ് എ ലോ റെസിസ്റ്റൻസ് പാത്ത് ടു എർത്ത് അല്ലേ. യെസ്, നിങ്ങളൊരു എർത്ത് ലീക്കേജ് വരുന്ന സമയത്ത് ചെറിയ ഒരു റെസിസ്റ്റൻസ് ഉള്ള ഒരു പാത്തിൽ കൂടി ആ ഒരു കറണ്ട് എന്ത് ചെയ്യണം? ആ രീതിയിലങ്ങ് പോകണം. ഓക്കെ അല്ലേ? യെസ്. ദെൻ ഇല്ലുമിനേഷൻ ഒരു 2 ചോദ്യം കൂടി പറഞ്ഞുകൊണ്ട് നമുക്ക് എന്ത് ചെയ്യാം? ഈ ഒരു ക്ലാസ് ഇവിടെ, ഈ ഒരു വീഡിയോ നമുക്കിവിടെ വൈൻഡപ്പ് ചെയ്യാം. കാണ്ടില ഈസ് ദി യൂണിറ്റ് ഓഫ്. എത്രയാ നമ്മൾ കേട്ട് മടുത്ത ഒരു ക്വസ്റ്റ്യൻ ആണ്. ലൂമിനസ് ഇൻറ്റൻസിറ്റീൻ്റെ യൂണിറ്റാണ് കാണ്ടില. ഇല്യൂമിനൻസ് എന്ന് പറയുന്നത് എന്താ? അത് നമ്മുടെ കാണ്ടില പെർ മീറ്റർ ഇല്യൂമിനൻസ് അല്ലേ. ഇല്യൂമിനൻസ് എന്ന് പറയുന്നത് നമ്മുടെ ഇല്യൂമിനേഷൻ്റെ അല്ലേ, ഇല്യൂമിനേഷൻ എന്ന് പറയുന്ന സാധനമാണ് ഇല്യൂമിനൻസ് എന്ന് പറയുന്നത്. അതിൻ്റെ യൂണിറ്റ് ലക്സ് ആണ് അല്ലേ, അതിൻ്റെ യൂണിറ്റ് ലക്സ് ആണ്. ഇനി ലൂമിനസ് ഫ്ലക്സ് എന്ന് പറയുന്നത് എന്താണ്? നമ്മുടെ ലുമൻ ആണ് അതിൻ്റെ യൂണിറ്റ്. ഫ്ലൂറസെൻസ് ഒന്നല്ല കേട്ടോ. അപ്പോൾ ആ രീതിയിൽ പഠിച്ചു വെക്കുക. ലൂമിനൻസ് ഉണ്ട്. ലൂമിനൻസ് എന്ന് പറയുന്നത് അത് കാണ്ടില പെർ മീറ്റർ സ്ക്വയർ ആണ് കേട്ടോ, അതുകൂടി അറിഞ്ഞിരുന്നോളൂ. നെക്സ്റ്റ്, വിച്ച് ലാമ്പ് ഷോസ് സ്ട്രോബോസ്കോപ്പിക് എഫക്റ്റ്. സ്ട്രോബോസ്കോപ്പിക് എന്ന് കണ്ടു കഴിഞ്ഞാൽ നേരെ ഫ്ലൂറസെൻ്റ് ലാമ്പ് മാത്രമേ ഉള്ളൂ. ഓപ്ഷൻ ബി ആണ് കറക്റ്റ് ആൻസർ. ഓക്കെ അല്ലേ? യെസ്. അപ്പം കുറേയധികം ചോദ്യങ്ങൾ നമ്മൾ ഇന്നത്തെ ഒരു വീഡിയോയിൽ ഇൻക്ലൂഡ് ചെയ്തിട്ടുണ്ട്. ഞാൻ ഉറപ്പ് പറയാം, ഇതിൽ മിക്കവാറും ഒരു
മോർ ദാൻ 50% ഓഫ് ദി ക്വസ്റ്റ്യൻസ് നിങ്ങൾക്ക് അങ്ങനെ തന്നെ ചോദിക്കാൻ സാധ്യതയുണ്ട്. അതിൻ്റെ വേറൊരു വേർഷൻ ആക്കിയിട്ട് ജസ്റ്റ് വാല്യൂസ് മാറ്റിയിട്ട് നിങ്ങൾക്ക് ചോദിക്കാൻ സാധ്യതയുണ്ട്. അതുകൊണ്ട് നിങ്ങൾ എന്ത് ചെയ്യുക, കൃത്യമായിട്ട് നിങ്ങൾ പഠിക്കുക. നിങ്ങൾ ഇതിൻ്റെ ഒരു ഫീഡ്ബാക്ക് ഒന്ന് താഴെ കമൻറ്റ് ചെയ്യുക കേട്ടോ. നിങ്ങൾക്ക് ഇത് ഹെൽപ്ഫുൾ ആയോ എന്ന് കമൻറ്റ് ചെയ്യുക. നിങ്ങൾക്ക് ഇതിൻ്റെ ആൻസേഴ്സ് അറിയാമായിരുന്നോ എന്നുള്ളത് നിങ്ങളൊന്ന് കമൻറ്റ് ചെയ്യുക. അല്ലെങ്കിൽ നിങ്ങൾക്ക് എത്രത്തോളം ചോദ്യങ്ങൾ ആൻസർ ചെയ്യാൻ വേണ്ടി പറ്റിയിട്ടുണ്ട് അതൊന്ന് കമൻറ്റ് ചെയ്യുക. ഇനി ഇതിൽ ഏതെങ്കിലും ചോദ്യങ്ങൾ നിങ്ങൾക്ക് അറിയില്ലെങ്കിൽ, ഏതെങ്കിലും ഒരു കൺസെപ്റ്റ് നിങ്ങൾക്ക് അറിയില്ലെങ്കിൽ എന്ത് ചെയ്യുക, വേഗം പോയിട്ടൊന്ന് നിങ്ങളുടെ ടെക്സ്റ്റ് ബുക്കോ നോട്ടോ ഒക്കെ ഒന്ന് മറിച്ച് നോക്കിയിട്ട് അതൊന്ന് കൃത്യമായിട്ടൊന്ന് വായിച്ചിട്ട് ഒരു പ്രാവശ്യം കൂടി ആ രീതിയിലുള്ള ക്വസ്റ്റ്യൻസ് ഒന്ന് ചെയ്ത് നോക്കുക. നിങ്ങൾക്കത് ഹെൽപ്ഫുൾ ആവും. സോ അത്ര മാത്രമേ ഉള്ളൂ. നമുക്ക് എന്ത് ചെയ്യാം, എക്സാം കഴിഞ്ഞതിന് ശേഷം അതിൻ്റെ ക്വസ്റ്റ്യൻ അനാലിസിസ് വീഡിയോ ഒക്കെ നമുക്ക് ഈ ഒരു ചാനലിൽ ചെയ്യാം. സോ ആദ്യമായിട്ട് കാണുന്നവരാണെങ്കിൽ സബ്സ്ക്രൈബ് ചെയ്ത് വെക്കുക, സപ്പോർട്ട് ചെയ്യുക. നിങ്ങളുടെ ഇലക്ട്രിക്കൽ ഈ ഒരു എക്സാം എഴുതുന്ന സുഹൃത്തുക്കൾക്ക് വേണ്ടിയിട്ട് ഷെയർ ചെയ്ത് കൊടുക്കുക. അപ്പോൾ നമുക്കിനി മറ്റൊരു വീഡിയോ ആയിട്ട് കാണാം. താങ്ക്